എല്ലാവർക്കും നമസ്കാരം. ചെറിയമുണ്ടം ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓസിലേറ്റേഴ്സ് ആൻഡ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. വാട്ട് ഈസ് ആൻ ഓസിലേറ്റർ? ഒരു ഓസിലേറ്റർ നമുക്ക് താഴെ പറയുന്ന രീതികളിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് കൺവേർട്സ് DC എനർജി ഇൻറ്റു AC എനർജി അറ്റ് എ വെരി ഹൈ ഫ്രീക്വൻസി. DC എനർജിയെ ഹൈ ഫ്രീക്വൻസിയുള്ള AC എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സോഴ്സ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ഓർ വോൾട്ടേജ് ഹാവിംഗ് സൈൻ, സ്ക്വയർ ഓർ സോ ടൂത്ത് ഓർ പൾസ് ഷേപ്സ്. ഓസിലേറ്റർ എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഒരു ഇലക്ട്രോണിക് സോഴ്സ് ആണ്. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അതിൻ്റെ ഷേപ്പ് സൈൻ വേവ് ആവാം, സ്ക്വയർ വേവ് ആവാം, സോ ടൂത്ത് ആവാം, അല്ലെങ്കിൽ പൾസ് ഷേപ്പ് ആവാം. അല്ലെങ്കിൽ നമുക്ക് ഓസിലേറ്ററിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് ജനറേറ്റ്സ് ആൻ AC ഔട്ട്പുട്ട് സിഗ്നൽ വിത്തൗട്ട് റിക്വയറിംഗ് എനി എക്സ്റ്റേണൽ അപ്ലൈഡ് ഇൻപുട്ട് സിഗ്നൽ. ഓസിലേറ്റർ എന്ന് വെച്ചാൽ AC ഔട്ട്പുട്ട് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. വിത്തൗട്ട് റിക്വയറിംഗ് എനി എക്സ്റ്റേണലി അപ്ലൈഡ് ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ ആവശ്യമില്ലാതെ ഔട്ട്പുട്ട് സിഗ്നൽ, AC ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ. നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ DC എനർജിയെ AC എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഓസിലേറ്റർ. അല്ലെങ്കിൽ AC വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈൻ വേവ്, സ്ക്വയർ വേവ്, സോ ടൂത്ത് അല്ലെങ്കിൽ പൾസ് ഷേപ്പ്, ആൾട്ടർനേറ്റിംഗ് വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ. കമ്പാരിസൺ ബിറ്റ്വീൻ ആൻ ആംപ്ലിഫയർ ആൻഡ് ഓസിലേറ്റർ. നമ്മൾ ആംപ്ലിഫയറിനെയും ഓസിലേറ്ററിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നൽ അത് ഇൻപുട്ട് സിഗ്നലുമായിട്ട് സിമിലർ ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും വേവ് ഫോം സെയിം ആയിരിക്കും. നമ്മൾ ഇൻപുട്ടിൽ ഒരു സൈൻസോയിഡൽ വേവ് ഫോമാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് സൈൻസോയിഡൽ വേവ് ഫോമാണ് കിട്ടുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ പവർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓസിലേറ്ററിൽ ഇൻപുട്ട് സിഗ്നൽ ആവശ്യമില്ല. അതിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻപുട്ട് സിഗ്നൽ ആവശ്യമില്ല. പക്ഷെ അതിൽ പവർ സപ്ലൈ ആവശ്യമാണ്. എത്ര സമയം ഒരു DC പവർ സോഴ്സ് നമ്മളൊരു ഓസിലേറ്ററിലേക്ക് കണക്ട് ചെയ്തോ അത്രയും സമയം അത് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഈ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാസീവ് കമ്പോണൻസ് ആണ്. അതായത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഇവയുടെ റേറ്റിംഗ് അനുസരിച്ചാണ് ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണാം, ആംപ്ലിഫയറിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ ആവശ്യമാണ്. അതുപോലെ ആംപ്ലിഫയർ പ്രവർത്തിക്കാൻ ഒരു DC പവർ ഇൻപുട്ട് ആവശ്യമാണ്, VCC ഇൻപുട്ട് ആവശ്യമാണ്. അതുപോലെ അതിലേക്ക് ഇൻപുട്ട് സിഗ്നലും ആവശ്യമാണ്. എന്നാൽ മാത്രമേ അത് ആംപ്ലിഫൈ ചെയ്യുകയുള്ളൂ. ആ ഇൻപുട്ട് സിഗ്നലിൻ്റെ പവർ ലെവൽ ഇൻക്രീസ് ചെയ്ത ഒരു ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് ലഭിക്കും. പക്ഷെ ഓസിലേറ്ററിലാണെങ്കിൽ അതിൽ ഇൻപുട്ട് സിഗ്നൽ ആവശ്യമില്ല. ഇത് പ്രവർത്തിക്കാൻ ഒരു DC പവർ സോഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു VCC സപ്ലൈ കൊടുത്താൽ ഓസിലേറ്റർ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ നേച്ചർ, അത് സൈൻ വേവ് ആണോ, സോ ടൂത്ത് വേവ് ആണോ, പൾസ് വേവ് ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ആണ്. അതുപോലെ ഈ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ പോലത്തെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓസിലേറ്റർ. ഓസിലേറ്ററിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സൈൻസോയിഡൽ അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ,
അതുപോലെ നോൺ സൈൻസോയിഡൽ ഓർ റിലാക്സേഷൻ ഓസിലേറ്റർ. സൈൻസോയിഡൽ ഓസിലേറ്റർ അതിൻ്റെ ഔട്ട്പുട്ട് സൈൻ വേവ് ഫോമിലായിരിക്കും. നോൺ സൈൻസോയിഡൽ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് സ്ക്വയർ വേവ് ആവാം, റെക്റ്റാങ്കുലർ വേവ് ആവാം, സോ ടൂത്ത് വേവ് ആവാം, അല്ലെങ്കിൽ പൾസ് ഷേപ്പ് ഉള്ള വേവ് ആവാം. ഇനി സൈൻസോയിഡൽ ഓസിലേറ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്യൂൺഡ് സർക്യൂട്ട് ഓർ LC ഫീഡ്ബാക്ക് ഓസിലേറ്റർ, അവയുടെ ഉദാഹരണമാണ് ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ആൻഡ് ക്ലാപ്പ് ഓസിലേറ്റർ. RC phase shift oscillator such as Wien-Bridge oscillator, negative resistance oscillator such as tunnel diode oscillator, crystal oscillator such as Pierce oscillator. എന്നിങ്ങനെയാണ് നമ്മൾ ഓസിലേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്: സൈൻസോയിഡൽ ഓസിലേറ്റർ, നോൺ സൈൻസോയിഡൽ ഓസിലേറ്റർ. സൈൻസോയിഡൽ ഓസിലേറ്ററിനെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കും. നോൺ സൈൻസോയിഡൽ ഓസിലേറ്ററിനെ റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് വിളിക്കും. ഡാംപ്ഡ് ആൻഡ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്. ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് വെച്ചാൽ ഒരു ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസ് അവയുടെ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുകയാണെങ്കിൽ അത്തരം ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻ അല്ലെങ്കിൽ ഡീക്കേയിങ് ഓസിലേഷൻ. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഡാംപ്ഡ് ഓസിലേഷൻ്റെ വേവ് ഫോമാണ്. സർക്യൂട്ടിൽ സംഭവിക്കുന്ന ലോസസ് കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് വെച്ചാൽ ഓസിലേഷൻസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്, അവയുടെ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അത്തരം ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്. ഒരു ഓസിലേറ്റർ സർക്യൂട്ടിൽ ലോസസ് സംഭവിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ലോസസിനെ കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺഡാംപ്ഡ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരം കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡ്, കോൺസ്റ്റൻ്റ് ഫ്രീക്വൻസി സൈൻസോയിഡൽ വേവുകളെ നമ്മൾ കാരിയർ വേവ്സ് എന്ന് വിളിക്കും. ഇത്തരം കാരിയർ വേവിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റേഴ്സിൽ യൂസ് ചെയ്യും. ലോ ഫ്രീക്വൻസി ഓഡിയോ ഇൻഫർമേഷനുകളെ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇത്തരം കാരിയർ വേവുകളെ നമ്മൾ ഉപയോഗിക്കും. റേഡിയോയിലും ടെലിവിഷനിലൊക്കെ ഇത്തരം അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു ഓസിലേറ്ററിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ LC സർക്യൂട്ട്. അതിൽ 2 റിയാക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ അതുപോലെ ഒരു ഇൻഡക്ടർ. അവ രണ്ടും എനർജി സ്റ്റോർ ചെയ്യാൻ കേപ്പബിൾ ആണ്. കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇൻഡക്ടർ മാഗ്നറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു ടാങ്ക് സർക്യൂട്ടിൻ്റെ പ്രവർത്തനം നോക്കാം. ഒരു ടാങ്ക് സർക്യൂട്ടിൽ കപ്പാസിറ്റർ, ഇൻഡക്ടർ കാണിച്ചിട്ടുണ്ട്. അവയ്ക്കിടയിൽ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ ഇനീഷ്യലി ഫുള്ളി ചാർജഡ് ആണ്. അതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ്, നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്. ഇനി സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും ഇൻഡക്ടറിലൂടെ. അപ്പോൾ ഇൻഡക്ടറിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇനീഷ്യലി കറണ്ട് ഫ്ലോ കുറവായിരിക്കും, പിന്നെ മാക്സിമത്തിലെത്തും, പിന്നെ അത് മിനിമത്തിലേക്കെത്തും. മിനിമത്തിലേക്ക് എത്തുന്ന സമയത്ത് കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജഡ് ആവും. അപ്പോൾ അതിൽ ചാർജ് ഉണ്ടാവില്ല. ആ സമയത്ത് ഇൻഡക്ടർ മാക്സിമം ചാർജഡ് ആയിരിക്കും, അത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ ലെൻസസിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി വരും, ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി വരും.
അപ്പോൾ അത് ഈ രൂപത്തിൽ കപ്പാസിറ്ററിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്ററിൽ പോസിറ്റീവ് പൊളാരിറ്റി താഴെ വരും, നെഗറ്റീവ് പൊളാരിറ്റി മുകളിൽ വരും. അതായത് ഈ ഒരു വേവ് ഫോം കിട്ടും. വീണ്ടും കപ്പാസിറ്റർ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ നമുക്കൊരു ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ് കിട്ടുന്നത്. കാരണം ഇങ്ങനെ ഈ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് അവിടെ പവർ ലോസ് സംഭവിക്കും. നമുക്ക് അൺഡാംപ്ഡ് ഓസിലേഷൻസ് കിട്ടണമെങ്കിൽ ഈ ഒരു പവർ ലോസിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ ഓസിലേറ്ററിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കും. അതിൽ രണ്ട് റിയാക്റ്റീവ് ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്ററി കറണ്ട്, ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി രണ്ട് പാരാമീറ്റേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവും ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവും കുറയുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ദി ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്ററി ഡിസ്ചാർജ് കറണ്ട് ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഇക്വൽ ടു 1/2π റൂട്ട് എൽ സി. ദാറ്റ് ഈസ് ഇക്വൽ ടു 159 divided by root LC kilohertz. ഒരു ഓസിലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസ് എസെൻഷ്യൽ ആണ്. ഒന്ന് ഒരു ആംപ്ലിഫയർ, അതുപോലെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ AVF സിക്കൽ ടു AV ഡിവൈഡ് ബൈ 1 - K × AV. നമുക്ക് സർക്യൂട്ട് വരക്കാം. ഒരു ആംപ്ലിഫയർ, അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ്. ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ് എന്ത്? AV. അപ്പോൾ ഇതിലേക്കൊരു ഇൻപുട്ട് കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കും. അതിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക്. അത് ഈ ഫീഡ്ബാക്ക് ഫാക്ടറാണ് K × AV. അപ്പോൾ ഈ KAVയെ നമ്മൾ ലൂപ്പ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഇനി KAV നെഗറ്റീവ് ആണെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ 1 - വരും, അതായത് (1) വരും. അപ്പോൾ AVF <AV ആവും. AV ഡിവൈഡ് ബൈ വലിയ സംഖ്യ വരുമ്പോൾ AVF become <AV. അപ്പോൾ അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇനി KAVയുടെ മാക്സിമം വാല്യൂ AV ആണ്. നമ്മൾ KAV ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഡിനോമിനേറ്ററിലെ വാല്യൂ കുറയും. അതിനനുസരിച്ച് ആംപ്ലിഫയറിൻ്റെ ഗെയിന് കൂടും. ഇനി KAV 1 ആണെങ്കിൽ, നമ്മൾ ഈ മൊത്തം ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഗെയിന് ഇൻഫിനിറ്റി കിട്ടും. AV ഡിവൈഡ് ബൈ 1 - 1, ദാറ്റ് ഈസ് ഇക്വൽ ടു ഇൻഫിനിറ്റി. ഇനി ഒരു ഓസിലേറ്ററിൽ ലൂപ്പ് ഗെയിൻ പോസിറ്റീവ് ആയിരിക്കണം, അതായത് KAV പോസിറ്റീവ് ആയിരിക്കണം. ലൂപ്പ് ഗെയിൻ പോസിറ്റീവ് ആകാന്ന് വെച്ചാൽ ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിന് ഇൻ ഫേസ് ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നൽ ഇല്ലാതെ തന്നെ ഓസിലേറ്റർ വർക്ക് ചെയ്യും. അതായത് ഒരു ആംപ്ലിഫയറിനെ എസെൻഷ്യൽസ് ഓഫ് എ ഫീഡ്ബാക്ക് LC ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിൽ
സസ്റ്റൈനബിൾ ആയിട്ട് ഓസിലേഷൻസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അൺഡാംപ്ഡ് ഓസിലേഷൻസ് നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ലൂപ്പ് ഗെയിൻ ബീറ്റ ഇൻറ്റു എ സീക്വൽ ടു 1 ആവണം. നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ കെ ഇൻറ്റു എ വി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കെ ആണ് ഈ ബീറ്റ, എ വി ആണ് ഈ എ, അത് സീക്വൽ ടു 1 ആവണം. അതുപോലെ നെറ്റ് ഫേസ് ഷിഫ്റ്റ് എറൗണ്ട് ദി ലൂപ്പ് 0 ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 360 ഡിഗ്രി ആണ്. അതായത് 0, 2π, 4π എന്നിങ്ങനെയാവണം ഫേസ് ഷിഫ്റ്റ്. അല്ലെങ്കിൽ അത് മറ്റൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആവണം. അതായത് ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും ഇൻ ഫേസ് ആവണം. അതിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് പോസിറ്റീവ് ആവണം. ഈ രണ്ട് ക്രൈറ്റീരിയൻസിന് പറയുന്ന പേരാണ് ബാർക്കോസൻ ക്രൈറ്റീരിയ. ബാർക്കോസൻ ക്രൈറ്റീരിയ പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ലൂപ്പ് ഗെയിൻ ബീറ്റ ഇൻറ്റു എ സിക്കൽ ടു 1, അതുപോലെ നെറ്റ് ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 360 ഡിഗ്രി ആവണം. ഹാർട്ട്ലി ഓസിലേറ്റർ ഒരു LC ഓസിലേറ്ററാണ്. ഇവിടെ ഫീഡ്ബാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ LC നെറ്റ്വർക്കാണ്. അതുപോലെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നു. കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ ബയസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് R1 R2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിവൈഡർ ബയസ്, അതായത് ട്രാൻസിസ്റ്ററിന് 3 വർക്കിംഗ് റീജിയൻ ഉണ്ട്: കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ആക്റ്റീവ് റീജിയനിലാണ് പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടി ബയാസിങ് പ്രൊവൈഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് R1 R2 റെസിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. RFC എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. അത് VCC ആണ് DC സപ്ലൈ. DC സപ്ലൈയിലുള്ള AC കമ്പോണൻസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, AC കമ്പോണൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് RFC യൂസ് ചെയ്യുന്നത്. കളക്ടറിലേക്കാണ് ഈ സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. C2 എന്ന് വെച്ചാൽ ഈ ട്രാൻസിസ്റ്ററിനെയും ഈ ടാങ്ക് സർക്യൂട്ടിനെയും കപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയുള്ള കപ്ലിംഗ് സർക്യൂട്ടാണ്. ഈ ട്രാൻസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൽ എന്തെങ്കിലും DC കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ C2 കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ C1 കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ DC കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C1 കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിന് 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആവശ്യമാണ്. ഇവിടെ ഈ ഓട്ടോ ട്രാൻസ്ഫോർമർ ആക്ഷൻ മൂലം ഈ ഇൻഡക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, L1 ആൻഡ് L2. അവിടെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കിട്ടും. അതുപോലെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇറ്റ്സെൽഫ് പ്രൊവൈഡ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കിട്ടുന്നുണ്ട്. അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഔട്ട്പുട്ട് ഫ്രീക്വൻസി F0 1/2π√LC, വേർ L L1 + L2 + കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ ഒരു വ്യത്യാസമുള്ളത്, ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഇൻഡക്ടറാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ കപ്പാസിറ്ററാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെയും നേരത്തെ പോലെ R1 R2 റെസിസ്റ്റേഴ്സ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് പ്രൊവൈഡ് ചെയ്യുന്നു. CO കളക്ടറിൻ്റെയും ടാങ്ക് സർക്യൂട്ടിൻ്റെയും ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കളക്ടറിൽ നിന്നുള്ള DC വോൾട്ടേജിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ CI എന്നുള്ളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു. അത്
ഫീഡ്ബാക്ക് സർക്യൂട്ടിലുള്ള ഡി സി കമ്പോണൻറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ലഭിക്കും. അതുപോലെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ട്രാൻസിസ്റ്റർ ഇറ്റ് സെൽഫ് പ്രൊവൈഡ് ചെയ്യും. ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയി. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സിൽ കപ്പാസിറ്ററിനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഇൻഡക്ടറിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ C ഫോർ കോൾപിറ്റ്സ്, H ഹെൻറി ഫോർ ഹാർട്ട്ലി ഓസിലേറ്റർ. അപ്പോൾ ഫ്രീക്വൻസി ഗിവൺ ബൈ F0 1/2 √L C വേർ C C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. ഇനി RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടും LC ഓസിലേറ്റേഴ്സ് ആണ്. LC ഓസിലേറ്റേഴ്സ് ഹൈ ഫ്രീക്വൻസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓഡിയോ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഓസിലേറ്ററാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 3 RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നു. അവ കാസ്കാഡ് ചെയ്തിട്ടുണ്ട്. അവ ഓരോന്നും 60 ഡിഗ്രി ഫേസ് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അതുപോലെ ട്രാൻസിസ്റ്റർ ഇറ്റ് സെൽഫ് പ്രൊവൈഡ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ ടോട്ടലി 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെയും നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസിങ് ദി വാല്യൂ ഓഫ് R ഓർ ബൈ ഡിക്രീസിങ് ദി വാല്യൂ ഓഫ് C. റെസിസ്റ്ററിൻ്റെ വാല്യൂ അതുപോലെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്രിസ്റ്റൽ ഓസിലേറ്റർ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് ഒരു ക്രിസ്റ്റലിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ അതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. ആ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്ന പ്രഷറിൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ അപ്പോൾ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റലിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ അവയിൽ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വൈബ്രേഷൻസിന് നമുക്ക് ഓസിലേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഈ പീസോ ഇലക്ട്രിക് ഓസിലേറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ക്വാർട്സ് ക്രിസ്റ്റൽ, അതുപോലെ റോച്ചലസ് സാൾട്ട്, ടൊർമാലിൻ എന്നീ മെറ്റീരിയലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ക്വാർട്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ക്വാർട്സ് എക്സ്പെൻസീവ് ആണ്, നാച്ചുറലി അവൈലബിൾ ആണ്, മെക്കാനിക്കലി സ്ട്രോങ് ആണ് വെൻ കമ്പയർഡ് ടു അതർ. ഒരു ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ സിമ്പലാണ് ഇത്. സെൻട്രലൊരു ക്രിസ്റ്റൽ, 2 മെറ്റാലിക് പാർട്ട്, അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് കപ്പാസിറ്റർ, ഇൻഡക്റ്റർ, റെസിസ്റ്റർ എന്നിവ സീരീസ് ആയിട്ട്, അതിന് പാരലായിട്ട് ഇതിൻ്റെ മൗണ്ടിങ് കപ്പാസിറ്റൻസ് CP. ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ 2 തരത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഒന്ന് സീരീസ് റെസണൻസ്, അതുപോലെ പാരലൽ റെസണൻസ്. ഫസ്റ്റ് ഫിഗറിൽ സീരീസ് റെസണൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ R1 R2 എന്നീ റെസിസ്റ്റേഴ്സ് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്. RFC കളക്ടറിലേക്കുള്ള DC വോൾട്ടേജിൻ്റെ അതിൽ AC പാർട്സ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ക്രിസ്റ്റലിനെ സീരീസ് ആയിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സീരീസ് റെസണൻസ് ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ Fs = 1/2π
റൂട്ട് LS CS. അതുപോലെ രണ്ടാമത്തെ ഫിഗറിൽ പാരലൽ റെസണൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പാരലൽ റെസണൻറ്റ് ഫ്രീക്വൻസി FP = 1/2 റൂട്ട് LS × CP CS / CP + CS. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് കോമ്പാക്റ്റ് സൈസാണ്, അതുപോലെ ലോ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഡിസ്ക് ഡ്രൈവ്സ്, മെറൈൻ സിസ്റ്റം, ടെലികമ്മ്യൂണിക്കേഷൻസ്, എൻജിൻ കൺട്രോളിംഗ് സിസ്റ്റം, ക്ലോക്സ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS, കേബിൾ, ടെലിവിഷൻ സിസ്റ്റം, വീഡിയോ ക്യാമറാസ്, ടോയ്സ്, വീഡിയോ ഗെയിംസ്, റേഡിയോ സിസ്റ്റം, സെല്ലുലാർ ഫോൺസ്, ടൈമേഴ്സിലൊക്കെ നമ്മൾ കോഡ്സ്, അതായത് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് 10 MHz വരെ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഓസിലേറ്ററും ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം, ഓസിലേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, വ്യത്യസ്ത സൈനസോയിഡൽ ഓസിലേറ്റേഴ്സ്, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സസ്റ്റൈനബിൾ ഓസിലേഷൻസിൻ്റെ കണ്ടീഷൻസ്, ബാർക്കോസൻ ക്രൈറ്റീരിയ എന്നീ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.